Hello everyone. Welcome to Econometrics lecture series. നമ്മൾ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആൻഡ് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. നമ്മൾ പ്രീവിയസ് ഒരു വീഡിയോയിൽ പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കാണുക. നമുക്ക് ആദ്യം റിഗ്രഷൻ എന്താണെന്ന് നോക്കാം. റിഗ്രഷനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ റിഗ്രഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ ഫംഗ്ഷൻ റെപ്രസെന്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഡിപെൻഡന്റ് വേരിയബിൾ y and an independent variable x with a view of estimating the mean or average value of y by fixing the value of x over repeated sampling. അതാണ് റിഗ്രഷന്റെ ഒരു കോണ്ടെക്സ്റ്റ്, ഒരു ഐഡിയ എന്ന് പറയുന്നത്. സോ നമുക്ക് പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ സപ്പോസ് അവർ ഇക്വേഷൻ ഈസ് y ഈസ് ഇക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് എപ്സിലോൺ. നമ്മുടെ y എന്ന് പറയുന്നത് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ആൽഫ ഇന്റർസെപ്റ്റും ബീറ്റ സ്ലോപ്പും ആണ്, എപ്സിലോൺ എറർ ടേം ആണ്. നമ്മൾ ഈ കൺസെപ്റ്റുകൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഈ എപ്സിലോൺ എന്ന് പറയുന്ന എറർ ടേം ക്യാപ്ചേഴ്സ് ഓൾ അൺഒബ്സർവ്ഡ് ഫാക്ടേഴ്സ് അതർ ദാൻ എക്സ് ദാറ്റ് അഫക്ട് വൈ. അതാണ് നമ്മുടെ എറർ ടേം. സോ ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോപ്പുലേഷൻ സാമ്പിളും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. പലപ്പോഴും പോപ്പുലേഷൻ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതിനെ മൊത്തത്തിലെടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സാധ്യമായ കാര്യമല്ല. അതിനുവേണ്ടി നമ്മളൊരു സാമ്പിൾ എടുത്തിട്ട് ആ സാമ്പിളിൽ നിന്ന് പോപ്പുലേഷനിലേക്കുള്ള കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുന്നു എന്നാണ് നമ്മൾ അവിടെ പഠിച്ചത്. സോ നമ്മൾ അതുകൊണ്ട് ഒരു സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ഡെവലപ്പ് ചെയ്യും. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y ഈസ് ഇക്വൽ ടു ആൽഫ ഹാറ്റ് പ്ലസ് ബീറ്റ ഹാറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. ആ ഹാറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് സാമ്പിൾ ആണെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സാമ്പിൾ ഡേറ്റ നോട്ട് ഓൺ എൻറ്റയർ പോപ്പുലേഷൻ. അത് സാമ്പിൾ ഡേറ്റയെ ബേസ് ചെയ്താണ്, അത് എൻറ്റയർ പോപ്പുലേഷൻ അല്ല. ഇവിടെ ഈ എക്സും വൈയും ഡിപെൻഡന്റ് വേരിയബിൾ ഇൻഡിപെൻഡന്റ് വേരിയബിളും ആണ്. ഇവിടെ ആൽഫ ഹാറ്റും ബീറ്റ ഹാറ്റും എന്ന് പറയുന്നത് നമ്മുടെ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സിന്റെ എസ്റ്റിമേറ്റ്സ്, ഒരു എസ്റ്റിമേറ്റ്സ് മാത്രമാണ്. പിന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എറർ ടൈം നമ്മൾ യു ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മൾ റെസിഡ്യൂവൽസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് എറർ ആയിട്ട് ഉപയോഗിക്കുന്നത്. റെസിഡ്യൂവൽസ് എന്ന് വെച്ചാൽ ആക്ച്വൽ വാല്യൂ ഓഫ് വൈ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് വൈ. ദാറ്റ് മീൻസ് വൈ മൈനസ് വൈ ഹാറ്റ്. അതാണ് നമ്മുടെ എറർ ടൈം ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നത്, അല്ലെ റെസിഡ്യൂവൽസ് ആയിട്ട് കിട്ടുന്നത്. അവിടെ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റെസിഡ്യൂവൽ ആൻഡ് ആൻ എറർ ടൈം. പോപ്പുലേഷനിലാണ് എറർ ടൈം വരുന്നത്, സാമ്പിളിൽ എപ്പോഴും നമ്മൾ റെസിഡ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. റെസിഡ്യൂവൽസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ആക്ച്വൽ വാല്യൂ മൈനസ് എസ്റ്റിമേറ്റഡ് വാല്യൂ, അതിനെയാണ് നമ്മൾ റെസിഡ്യൂവൽസ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് കാണാം. അതിന്റെ ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. പാരാമീറ്റേഴ്സ് ബീറ്റ1 ബീറ്റ നോട്ട് ബീറ്റ1 ആണ്. അതുപോലെ സാമ്പിൾ എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത് ബീറ്റ നോട്ട് ഹാറ്റ് ബീറ്റ1 ഹാറ്റ് ആണ്. അതിന് ഈ പർപ്പസ് റെപ്രസെന്റ് ടു റിലേഷൻഷിപ്പ് ഇൻ ദ പോപ്പുലേഷൻ. സാമ്പിൾ റിഗ്രഷനിലാണെങ്കിൽ എസ്റ്റിമേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഫ്രം എ സാമ്പിൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനിൽ എപ്സിലോൺ ആണ് അൺഅബ്സോർബ്ഡ് ഫാക്ടേഴ്സിനെ ക്യാപ്ചർ ചെയ്യുന്നത്. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിൽ അതിന് പകരമായിട്ടുള്ള റെസിഡ്യൂവൽസ് ആണ്. ദാറ്റ് ഈസ് വൈ മൈനസ് വൈ ബാർ ബേസ്ഡ് ഓൺ ദി സാമ്പിൾ ഡേറ്റ, ആക്ച്വൽ മൈനസ് ഒബ്സർവ്ഡ് വാല്യൂ. അതാണ് റെസിഡ്യൂവൽസ് എന്ന് പറയുന്നത്. ഇനി ആക്യുറസിയുടെ കാര്യം പറയുമ്പം പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആക്യുറേറ്റ് ആണ്, ട്രൂ വാല്യൂസ് നമുക്ക് കിട്ടും. കാരണം നമുക്ക് അവിടെ റെസിഡ്യൂവൽ എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല, റെസിഡ്യൂവൽ ഒഴിവായി കിട്ടും. പക്ഷെ അത് പലപ്പോഴും ടിപ്പിക്കലി അൺനോൺ ആയിരിക്കും, ടിപ്പിക്കലി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുന്നതല്ല. ബട്ട് സാമ്പിളിലെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ എടുത്തുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു സാമ്പിളിംഗ് എറർ. അവിടെ നമുക്കൊരു എററിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഇതാണ് ഈ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനുമായിട്ട് സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ വ്യത്യാസം. സോ നൗ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് ടിപ്പിക്കലി അൺനോൺ can only be estimated. We can use several methods. പല മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ് ഓഫ് OLS, ഓർഡിനറി ലീ സ്ക്വയർ ഉണ്ട്. മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ഉണ്ട്. അതുപോലെ മെത്തേഡ് ഓഫ് മൊമെന്റ്സ് ഉണ്ട്. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട് നമുക്ക് പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ. അപ്പൊ നമ്മൾ ഈ പറയുന്ന പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു യൂസിങ് ദ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ. സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, പോപ്പുലേഷൻ പാരാമീറ്ററിനെ പറ്റി ഇൻഫറൻസസ് നടത്തുന്നു. അതാണ് ഇതിന്റെ പിന്നിലെ ഐഡിയ. സോ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.